ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് പടവലങ്ങയും കുമ്പളങ്ങയും ഞാൻ എങ്ങനെയാണ് വളർത്തണം എന്നുള്ളത് കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ജാതി പടവലങ്ങയാണ് നമ്മൾ ഉണ്ടാക്കണം. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് പൊട്ടിക്കും, കറി വയ്ക്കും, കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇപ്പോൾ ഗ്രോ ബാഗിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഗ്രോ ബാഗിൽ വെച്ചപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു നട്ട് ഒരു മുള വന്ന് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ചാണപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 20-25 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇത് ഏതാണ്ട് ഈ ലെവലിൽ പൊന്തി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ കടയിൽ ഒന്നും കൂടി ഇതാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ചാണപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇതേമാതിരി വേര് എനക്കാതെ കണ്ട് നമുക്കിപ്പോൾ ഒരു കായ്പക്കാര കുരു പടർന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഇപ്പം ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് എനിക്കും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ 2 പ്രാവശ്യം ചാണപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വളപ്രയോഗം വേറെ ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ ചാണം ഈ വെള്ളത്തിൽ ഒഴിച്ച് ഞാൻ എപ്പോഴും റെഡി ആക്കി വെക്കും. നമുക്ക് ആവശ്യത്തിന് എടുക്കാനായിട്ട് എടുത്തു വെക്കും. ഒരു കടക്കി എടുക്കണം, ഇത്രയ്ക്ക് എടുത്താൽ മതി. എന്നിട്ട് ഇത് നിറച്ച് പച്ചവെള്ളം കൂടി ചേർക്കണം. ഇത്രയ്ക്ക് എടുത്തിട്ട് പച്ചവെള്ളം കൂടി ചേർക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഇത്ര പച്ചവെള്ളം ചേർത്തു. എന്നിട്ട് ഇതിന്റെ കടക്കി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഞാനിത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് കുഴപ്പമില്ല, ഇതായിട്ടുണ്ട്. പിന്നെ വേറെ ഒരെണ്ണുള്ളത് വേറെ ഒരു ഇതേമായിട്ട് വളം തന്നെയാണ് ഇത്. ഇത് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പച്ചില കൊണ്ട് മാത്രം ഉണ്ടാക്കണ വളം. കേട്ടോ, ഇത് പച്ചില മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 10 ദിവസം, ഇപ്പോൾ 15 ദിവസം ഞാൻ കഴിച്ചിട്ട്, ഞാൻ 5 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അത് ഇതേമാതിരി തന്നെ വെള്ളം ചേർത്തു. കേട്ടോ, അപ്പം നമുക്ക് ഏത് പച്ചക്കറി ആയാലും കേട്ടോ, ഇന്ന പച്ചക്കറി ഒന്നുമില്ല, ഏത് പച്ചക്കറി ഞാനിപ്പോൾ എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് ഇതിന് വെച്ച് കൊടുത്താൽ. അപ്പം ഒഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ചെറുതായിട്ട് കടന്ന് അനക്കണം. ഞാനിപ്പോൾ ഇത് ഒഴിച്ചാണ്, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. കേട്ടോ, എനിക്ക് കൊടുത്തിട്ട് മണ്ണ് എനിക്കിട്ട് നമ്മൾ എന്ത് വളം ചെയ്യുന്നുണ്ടെങ്കിലും കട ഡയറക്റ്റ് കൊണ്ടൊന്ന് ഒഴിക്കാതെ കൊണ്ട് ഒന്ന് എനിക്ക് കൊടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. വെച്ച് കൊടുക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം ചാണം 2 പ്രാവശ്യം, അത് നട്ട് 15 ദിവസം കഴിയുമ്പോഴും അത് കഴിഞ്ഞൊരു 20 ദിവസം കഴിയുമ്പോഴും കുറച്ച് ചാണപ്പൊടി ചിങ്ങി കൊടുക്കുക. അവർ ഡീസൻ്റ് ആയിട്ട് വരും. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മണ്ണ് നിറച്ചിട്ട് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നനയ്ക്കുന്ന സമയത്ത് വലുതാവാൻ കഴിഞ്ഞാൽ ഈ വെള്ളം ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് വളം തന്നെയാണത്. അതും കൊടുക്കാം, ചാണം തന്നെ ഇടാം. പിന്നെ നനച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ജാതിയിലുള്ള ഇതിപ്പോ പൈതമ കാണുന്നത് ഈ ജാതി പടവലങ്ങനെ ഉണ്ടാവണം. നോക്കിയേ, ഇതൊക്കെ നല്ലതല്ലേ? ആടാ, ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിന്മേൽ 2 എണ്ണം ഞാൻ പടർത്തിയിട്ടുണ്ട്. കുമ്പളം ഉണ്ട്, പടവലനുണ്ട്. അപ്പൊ കുമ്പളം 2 കൂടി വന്നതിന് ശേഷം കേട്ടാ കുമ്പളങ്ങ കുമ്പളങ്ങ. അപ്പൊ നമുക്ക് കറി വെക്കാനായിട്ട് ഇവിടെ വേറെ എവിടെ നിന്നും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് കേട്ടോ കുമ്പളങ്ങ. പിന്നെ ഇവിടെ ഈ താഴെ കാണുന്ന സാധനം ഇത് ഞാൻ ഇവിടെ ജൈവവളം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ ലിങ്കിൽ നോക്കി ഞാൻ ഇട്ട് തരാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റേ എല്ലാ വളത്തിൻ്റെയും ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതും നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കുമ്പളവും പടവല കൃഷിയും ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റിക് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണല്ലോ മൊത്തം ചിന്തിച്ചു കഴിഞ്ഞാൽ വേറൊരു മാർഗം ഇല്ലാത്തതിൻ്റെ പേരിലും പിന്നെ ഇത് നമ്മൾക്ക് കായ്ഫലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല ഞാൻ നോക്കിയിട്ട്. കാരണം കടലാസ് കുത്തുമ്പോൾ ഇട്ട് നോക്കി ഞാൻ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ അതോ നല്ലൊരു കാറ്റ് വരുമ്പോൾ അത് കീറിപ്പോവും. ഇത് നല്ലൊരു ടാസ്ക്കാണ്. നമുക്ക് നേരം വെളുക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള പണിയേക്കാളും നടന്നും പിടിക്കുന്നതൊന്നല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇത് നേരം വെളുത്തിട്ട് എവിടെയെങ്കിലും
ഈ വാർന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി എനിക്കും എന്റെ ഭാര്യയ്ക്കും നല്ലൊരു സമയമാണ്. നേരം വിളിക്കുമ്പോൾ നല്ലൊരു പണിയാണ്. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കാഞ്ഞ് ഓരോ ഇത് ഇട്ടും കാഞ്ഞിട്ട് കുത്തിവെക്കും. അങ്ങനെയാണ് ഇത് പിടിച്ചു കിട്ടുക. അല്ലെങ്കിൽ മറ്റേ ഉച്ച വന്ന് കുത്തി കഴിഞ്ഞ് വേറെ ഒരു രക്ഷയില്ല. അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പറയണം കേട്ടോ. അത് ഓപ്പണായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. പക്ഷെ അത് നേരം വിളിക്കുമ്പോൾ നമുക്കൊരു പണിയാണ്. നല്ലോണം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതേമാതിരി കിട്ടും. അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഓരോന്ന് കിട്ടുന്നത് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാനങ്ങനെ ചെയ്യുന്നതിന്റെ പേരിൽ ഈ കവറിന്റെ ഉള്ളിലൊക്കെ ഓരോ കായകളുണ്ട്. എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കുമ്പളങ്ങ എടുക്കാം. വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ കുമ്പളങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുമ്പളങ്ങ. അപ്പം ഇനി വലുതായതിനെ ശേഷം എടുക്കുള്ളൂ ഞാനത്. അപ്പോൾ കുറച്ച് വലുതാവണ അനുസരിച്ച് കവർ മാറ്റി കൊടുക്കും. അപ്പം നല്ലോണം കുറച്ച് വിധം വലുതായി കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യില്ല കേട്ടാ. ഇതിലും കിടക്കാതെ കുമ്പളം കണ്ടാ, ചെറിയൊരു കുമ്പളം കിടക്കണൊക്കെ. ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ ഇതിന് ചെയ്യും. അമ്മ ഇത് ഞാൻ കണ്ടില്ല, ഒരു കുമ്പളം കിടക്കണൊക്കെ. വേണ്ട, ഇത് ഞാൻ കാണാണ്ട് പോയ സാധനം. പിന്നെ ഈ സാധനം നമ്മുടെ അടത് ഈ ചെടികൾ ഇത് നിങ്ങൾ കേട് പിടിച്ചതല്ല കേട്ടോ. ഇത് ഞാൻ അറിയാണ്ട് അവിടെ ചെത്തിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കത്തി അതിമ കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ കട മുറിഞ്ഞു പോയി. അങ്ങനെ കരിഞ്ഞിട്ടുള്ളതാണ്, കേടല്ല. അല്ല നമ്മളെങ്കിൽ ഇത് ഞാൻ കാണാണ്ട് പോയി. അത് നമ്മൾ എത്ര നോക്കിയാലും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചെറുപ്പമാകുമ്പോഴേ അങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ച് നോക്കിയെങ്കിലാണ് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. പടവലത്തിൻ്റെയും കുമ്പളത്തിൻ്റെയും എനിക്ക് നല്ല ആദായം കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊരു കുമ്പളാണ്. എല്ലാത്തിനും ഉണ്ട്. എല്ലാ കവറിൻ്റെ ഉള്ളിലും ഈ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നല്ലൊരു പണിയാണ് നേരം വിളിക്കുമ്പോൾ. ഒരെണ്ണം ഉണ്ടാവണം. ഇപ്പം നാളേക്കുള്ള പണിയായിട്ടുണ്ട്. ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ട്. ഉണ്ടായിരുന്നാടാ ഈ ടൈമിൽ ഇടണം. എടാ ഇത് നോക്കിയാൽ ഇതിപ്പോൾ കവർ ഇടണം. കവർ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ നാളേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അത് കുമ്പളങ്ങ. അപ്പോൾ ഇപ്പോഴേന്ന് ഇങ്ങനെ നോക്കിയെങ്കിലാണ് ഇതിമ്മ നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം. അപ്പം പിന്നെ പ്രശ്നമില്ല. ഇത് ഇമ്മക്ക് കഴിക്കേണ്ട സാധനങ്ങളല്ല. അപ്പം അതൊന്നും ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ രീതിയിലായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇതേമാതിരി എല്ലാവർക്കും ചെയ്യാം. എല്ലാവരും ചെയ്തിട്ട് സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാർക്കര മേലെയൊക്കെ പടർത്താണെങ്കിലും സുഖമായിട്ട് പടർത്താലോ. അപ്പോൾ ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് തന്നെ നമ്മളിപ്പോൾ ഈ സാധനം ഇട്ടിട്ടുള്ള ഒരു വല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അത് അവിടെ ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നല്ല രീതിയിൽ കായ്ഫലം കിട്ടും ചെയ്യും. അങ്ങനെ അപ്പം ഇതാണ് എൻ്റെ വളരീതി. പടവലം കൃഷിയും കുമ്പളമൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഉണ്ടാക്കണത് ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അതിലൊരു ദോഷം വന്നിട്ടില്ല. നല്ല കായ്ഫലം കിട്ടുന്നുണ്ട്. എല്ലാവരും നല്ല ഡീസൻ്റായിട്ട്. എനിക്ക് എല്ലാത്തിനേക്കാളും ഉപരി നമുക്ക് നേരം വെളുത്തതിൻ്റെ മുമ്പിലൊക്കെ വന്ന് ഞാനിങ്ങനെ നോക്കി നിന്ന് പിടിച്ചൊക്കെ വരുമ്പോഴേ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മറന്നു പോകും. നമ്മൾ ഇതിൽ എന്നെ തൊട്ട് ഞങ്ങളുടെ അലിയും പിടിച്ചൊക്കെ തൊട്ട് ആരുടെയും ഒന്ന് പുഴുന്ന് നോക്കി ഇതൊക്കെ നോക്കി പിടിച്ച് വരുമ്പോഴേ മണി 8 മണി കഴിയും. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിന് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഒരു സാധനം ഉണ്ടാവുക, നമ്മൾ പൊട്ടിക്കുക, നമുക്ക് കൊണ്ടുപോകുക, കറി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം അല്ലേ. എല്ലാവരും ചെയ്തിട്ട് എല്ലാവർക്കും ഇതിനേക്കാളും നന്നായിട്ട് കായ്ഫലം കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ശരി, എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു.